എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ പുതിയ അടിപൊളി എപ്പിസോഡുമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ശ്രുതി ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. ശ്രുതി ഒരുപാട് പണം പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പലിശ അടയ്ക്കാൻ വേണ്ടി ശ്രുതിയുടെ കയ്യിൽ കാശൊന്നുമില്ല. അതും ആലോചിച്ച് ടെൻഷനായിരിക്കുകയാണ് ശ്രുതി. പലിശ അടച്ചില്ലെങ്കിൽ അവർ എല്ലാവരും കൂടി ഈ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ആയാൽ പലിശയ്ക്ക് വാങ്ങിയ കാര്യം അമ്മയും അച്ഛനും ശ്രുതി എല്ലാവരും അറിയും. അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയണ്ട എന്നും പറഞ്ഞ് ടെൻഷനായിട്ടിരിക്കുകയാണ് ശ്രുതി. പെട്ടെന്ന് ശ്രുതി ആലോചിക്കുകയാണ്, ഇന്നലെ ആൻറ്റി ഒരു കവറിൽ കുറച്ച് പണം അലമാരയിൽ വെക്കുന്നത് കണ്ടല്ലോ, ആ പണം എടുത്ത് പലിശ അടയ്ക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് ശ്രുതി. അച്ഛനും അമ്മയും ഏതായാലും ഇവിടെ ഇല്ലല്ലോ, അവർ വരുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ആ പണം എടുക്കണം എന്ന് പറഞ്ഞ് റൂമിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ശ്രുതി. അപ്പോഴാണ് രേവതി പൂക്കടയിലോട്ട് പോകുന്നത്. രേവതിയും പോയി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ആ പണം എടുക്കണം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ട് ശ്രുതി. റൂമിലെത്തിയതും അലമാരയുടെ ചാവി കാണുന്നില്ല. ഈ ആൻറ്റി ഇത് എവിടെയായി ചാവി കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് എന്നും പറഞ്ഞ് ബെഡിൻ്റെ അടിയിൽ നോക്കുന്നുണ്ട് ശ്രുതി. ആ സമയത്ത് ചാവി കിട്ടുകയാണ്. ചാവി കിട്ടിയതും പെട്ടെന്ന് തന്നെ അലമാര തുറക്കുന്നുണ്ട്. അലമാര തുറന്നപ്പോൾ ഒരു കവറിൽ കുറച്ച് പണം ഇരിക്കുന്നത് ശ്രുതി കണ്ടു. പെട്ടെന്ന് തന്നെ ആ കവറെടുത്ത് തുറന്ന് നോക്കുന്നുണ്ട്. പണം കിട്ടി എന്ന് പറഞ്ഞ് വേഗം അലമാരയെല്ലാം പൂട്ടി ചാവി ബെഡിൻ്റെ അടിയിൽ തന്നെ വെക്കുന്നുണ്ട് ശ്രുതി. അതിനുശേഷം ശ്രുതിയുടെ റൂമിലേക്ക് വേഗം പോവുകയാണ്. റൂമിൽ കയറി ഡോറ് ലോക്ക് ചെയ്തതിന് ശേഷം ശ്രുതി പണം എണ്ണി നോക്കുകയാണ്. 2 ലക്ഷം രൂപയുണ്ട്. ഇതുകൊണ്ട് എങ്ങനെയും പലിശയൊക്കെ അടയ്ക്കാൻ പറ്റും എന്നും പറഞ്ഞ് പണം എടുത്തു വെക്കുകയാണ്. ശേഷം ചന്ദ്ര ബാമയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. വന്നതും ചന്ദ്ര റൂമിൽ പോയി കാശ് എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അലമാര തുറന്നതും കാശ് കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ചന്ദ്രയ്ക്ക് ആകെ പേടിയാവുകയാണ്. അയ്യോ, ഞാൻ ആ കാശ് ഇവിടെയാണല്ലോ വെച്ചത്, കാണുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ ബാമ തന്ന കാശാണ്, അവൾക്ക് തിരിച്ചു കൊടുക്കണമല്ലോ അത് എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങുന്നുണ്ട് ചന്ദ്ര. ആരായിരിക്കും എന്നാലും ഈ പണം എടുത്തത്? ഇവിടെ ആകെ ശ്രുതിമോളും രേവതിയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ സംശയിക്കാനൊന്നുമില്ല, ആ രേവതി തന്നെയായിരിക്കും കാശെടുത്തത്. ശ്രുതിമോൾക്ക് ഏതായാലും എൻ്റെ കാശെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കാശൊന്നും അവൾക്ക് ആവശ്യം വരില്ല. ഇതെടുത്തത് രേവതി തന്നെ ആയിരിക്കും. 5 പൈസയ്ക്ക് ഗതിയില്ലാത്തവളല്ലേ അവൾ തന്നെ ആയിരിക്കും എൻ്റെ കാശെടുത്തത് എന്നും പറഞ്ഞ് കലിത്തുള്ളി താഴോട്ട് പോകുന്നുണ്ട് ചന്ദ്ര. എന്നിട്ട് ചന്ദ്ര താഴത്ത് ചെന്നതും രേവതി, ഇടി രേവതി, ഇവിടെ വാടി എന്ന് പറഞ്ഞ് രേവതിയെ ഉറക്കെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് രവി വന്ന് പറയുന്നുണ്ട്, രേവതി ഇവിടെ ഇല്ല, അവൾ പൂക്കടയിലിട്ട് പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്തിനാ നീ ഇങ്ങനെ മോളെ വിളിച്ച് കൂവുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്ര പറയാണ്, ഞാൻ എൻ്റെ അലമാരയിൽ വെച്ചിരുന്ന 2 ലക്ഷം രൂപ അത് കാണുന്നില്ല. ആ ബാമ എൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി തന്ന കാശാ. അവൾ അതിപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു. അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ചെന്ന് നോക്കിയതും കാശ് കാണുന്നില്ല. രേവതി തന്നെ ആയിരിക്കും കാശെടുത്തത്. രേവതിയും ശ്രുതിയും മാത്രമായിരുന്നു ഈ വീട്ടിൽ ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്തത് ഉറപ്പായും രേവതി തന്നെയായിരിക്കും. ശ്രുതിക്ക് എങ്ങനെയാലും ആ കാശിൻ്റെ ഒന്നും ആവശ്യമില്ല. രേവതി തന്നെയായിരിക്കും ആ കാശെടുത്തത് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. രവി പറയാണ്, നീ കാര്യം അറിയാതെ മോളെ വെറുതെ സംശയിക്കാൻ നിൽക്കരുത്. മോള് വരട്ടെ, നമുക്ക് അവളോട് തന്നെ ചോദിക്കാം എന്ന് പറയാണ്. ആ സമയത്താണ് രേവതിയും സച്ചിയും ഒരുമിച്ച് വീട്ടിലോട്ട് കയറി വരുന്നത്. രേവതി കയറി വന്നതും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എടി നീ എൻ്റെ കാശ് എടുത്തല്ലേ, ഇങ്ങോട്ട് തിരിച്ചു താടിയത് എന്ന് പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, കാശോ? ഞാൻ ആരുടെയും കാശൊന്നും എടുത്തിട്ടില്ല, ഞാൻ പൂക്കടയിലേക്ക് പോയിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. നീയും ശ്രുതിയും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ പോകുന്ന സമയത്ത്. അപ്പോൾ നീ തന്നെ ആയിരിക്കും ആ കാശ് എടുത്തിട്ടുണ്ടാവുക. ശ്രുതിക്ക് ഏതായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ തന്നെയാണ് എടുത്തത്. എൻ്റെ കാശ് മര്യാദയ്ക്ക് നീ തിരിച്ചു തന്നോ? ഇത് കേൾക്കുന്നതും സച്ചിക്ക് ദേഷ്യം വരികയാണ്. എന്താ, ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം തന്നെ അത് രേവതിയുടെ മേലാണല്ലോ വന്ന് പതിക്കുന്നത്.
എൻ്റെ രേവതിയെക്കുറിച്ച് നിങ്ങൾ അപവാദം പറഞ്ഞുണ്ടാക്കിയ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുന്നുണ്ട് സച്ചി. നിൻ്റെ സ്വഭാവം ഞാൻ കുറേ കണ്ടത് തന്നെയാടാ. നിൻ്റെ ഭാര്യയോട് മര്യാദയ്ക്ക് എൻ്റെ കാശ് തിരിച്ചു തരാൻ പറ എന്ന് പറയുകയാണ് ചന്ദ്ര. സച്ചി പറയുന്നുണ്ട്, നിങ്ങളുടെ കാശൊന്നും എൻ്റെ ഭാര്യ എടുത്തിട്ടില്ല. അവൾക്കതിൻ്റെ ആവശ്യമില്ല. അവളെ അത്രയും നല്ലവളാ. അവൾ ഒരിക്കലും മറ്റുള്ളവരുടെ കാശിന് വേണ്ടി ആഗ്രഹിക്കില്ല. അവൾക്ക് വേണ്ട കാശെല്ലാം അവൾ തന്നെ പൂവിറ്റും ഡെക്കറേഷൻ വർക്ക് ചെയ്തും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ കാശിൻ്റെ ആവശ്യമൊന്നും അവൾക്കില്ല. നിങ്ങൾക്ക് വേറൊരു മരുമകൾ കൂടി ഉണ്ടല്ലോ, അവളും ഉണ്ടായിരുന്നില്ലേ ഈ സമയത്ത് ഇവിടെ? അവളോട് പോയി ചോദിക്ക് കാശ് എടുത്തത് അവളാണോ എന്ന്. അവൾ തന്നെ ആയിരിക്കും. അവളൊരു ഭൂലോക ഫ്രോഡാ. അവൾ തന്നെ ആയിരിക്കും കാശ് എടുത്തത്, പോയി ചോദിക്ക് എന്ന് പറയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയെപ്പോലെ അവളൊരു നക്കാപ്പിച്ചക്കാരിയൊന്നുമല്ല. അവളെ നല്ല കോടീശ്വരിയാ. അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. എൻ്റെ ഭാര്യയെപ്പോലെ 5 പൈസയ്ക്ക് ഗതിയില്ലാത്തവളൊന്നും അല്ല ശ്രുതിമോള്. അവൾ അത് എടുക്കുകയില്ല. പണം എടുത്തത് ഇവൾ തന്നെയാ. എനിക്ക് ആ പണം തിരിച്ചു താ. അത് ബാമയ്ക്ക് കൊടുക്കാനുള്ള കാശാ. ഞാൻ എന്ത് ചെയ്യും? അത് കൊടുത്തില്ലെങ്കിൽ ബാമ എന്നെ വെച്ചേക്കില്ല എന്ന് പറയുന്നുണ്ട്. രവി പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. അതല്ലാതെ വേറൊരു വഴിയില്ല. രേവതി മോൾ ഒരിക്കലും ആ കാശ് എടുത്തിട്ടുണ്ടാവില്ല. ഇനി വല്ല കള്ളന്മാരും വന്ന് എടുത്തോണ്ട് പോയോ എന്നറിയാമല്ലോ. ചന്ദ്ര പറയുന്നുണ്ട്, ഇവളുടെ അനിയൻ ഒരു കള്ളനല്ലേ? അപ്പം പിന്നെ ഇവള് മോഷ്ടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇവരുടെ കുടുംബം മുഴുവൻ കള്ളന്മാരാ. ഇവള് തന്നെയാണ് കാശെടുത്തത്. താടി, എൻ്റെ കാശ് ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞ് രേവതിയുടെ മുടിയിൽ കുത്തിപ്പിടിക്കുന്നുണ്ട് ചന്ദ്ര. ഇത് കാണുന്നതും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് എൻ്റെ ഭാര്യയുടെ മുടിയിൽ നിന്ന് വിട്ടോ, ഇല്ലെങ്കിൽ നിങ്ങളെൻ്റെ സ്വഭാവം കാണും. അവൾ കാശ് എടുത്തിട്ടില്ലെന്ന് നിങ്ങളോടല്ലേ പറയുന്നത്? രേവതി പറയുന്നുണ്ട്, എന്നെ വീടമ്മേ, ഞാൻ എടുത്തിട്ടില്ല കാശ്. സത്യമായിട്ടും എൻ്റെ അമ്മയാണേ സത്യം, ഞാൻ എടുത്തിട്ടില്ല കാശ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് രേവതി. സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുക, അല്ലാതെ രേവതിയുടെ മെക്കെട്ട് കയറുകയല്ല വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് പേടിയാവുകയാണ്. ശ്രുതി വിചാരിക്കുന്നുണ്ട്, അയ്യോ പോലീസിലെങ്ങാനും കംപ്ലൈൻറ്റ് ചെയ്താൽ ഞാനാണ് കാശെടുത്തതെന്ന് എല്ലാവരും അറിയുമല്ലോ, എന്താ ചെയ്യുക ഇനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പോലീസിലൊന്നും കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിൻ്റെ ഭാര്യ തന്നെയാണ് കാശെടുത്തത്. അവളോടത് മര്യാദയ്ക്ക് തിരിച്ചു തരാൻ പറ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, രേവതി കാശെടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഈ വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും ആദ്യം എല്ലാവരും ഈ രേവതിയുടെ മേലാണല്ലോ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് താമസിച്ചുകൊണ്ട്. എന്നാലും രേവതിയെ എന്നും കുറ്റപ്പെടുത്തുന്ന നിങ്ങളുടെ ഇടയിൽ ഇനി ഞങ്ങൾ താമസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് സച്ചി. ഇത് ഹർഷ ചന്ദ്രയോട് പറയുന്നുണ്ട്, എന്തിനാ ആൻറ്റി രേവതി ചേച്ചിയെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത്? ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. ചന്ദ്ര അപ്പോൾ പറയുന്നുണ്ട്, വർഷേ നിനക്കൊന്നും അറിയില്ല, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കേ, നിനക്ക് ഇവളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. സച്ചിക്ക് ദേഷ്യം വരികയാണ്. സച്ചി പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ നിർത്താനാണ് പറഞ്ഞത്, ഇനിയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുന്നുണ്ട് സച്ചി. അതിനുശേഷം സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി നീ കരയണ്ട, നിന്നെ എനിക്കറിയാവുന്നതല്ലേ, നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിൻ്റെ കൂടെ ഞാനുണ്ട്, അതുകൊണ്ട് നീ കരയണ്ട. നമുക്ക് ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം. ഇവിടെ നിനക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് സച്ചി. കേൾക്കുന്നതും ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളെ വാടകയ്ക്കോ എവിടെ വേണമെങ്കിലും പോയി താമസിച്ചോ, അതിനൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല, എൻ്റെ കാശ് തന്നിട്ട് പോയാൽ മതി എന്ന് പറയാണ്. ഇത് കേൾക്കുന്നതും രവി പറയുന്നുണ്ട്, ചന്ദ്രേ നിർത്ത്, നിന്നോടല്ലേ പറയുന്നത് മോള് കാശ് എടുത്തിട്ടില്ലെന്ന്. അവർ വാടകയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ നീ എന്താ അവരോട് പറയുന്നത്? പൊക്കോളാനോ? ഇവരെങ്ങാനും വാടകയ്ക്ക് പോവുകയാണെങ്കിൽ അവരുടെ കൂടെ ഞാനും ഇറങ്ങും എന്ന് പറയുന്നുണ്ട് രവി. അതിനുശേഷം സച്ചി രവിയോട് പറയാണ്, അച്ഛാ ഞങ്ങൾ ഇവിടുന്ന് പോവുക, വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കുക. എന്നും രേവതിക്ക് ഇവിടെ കരച്ചിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. അവൾക്ക് ഒരു ദിവസം പോലും സന്തോഷം കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഏത് സമയവും അമ്മ ഇവളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഈ വീട്ടിലെ സകല പണിയും എടുക്കുന്നുണ്ട് രേവതി. അതിനുശേഷമാണ് അവൾ പൂ കെട്ടാൻ പോകുന്നത്. എന്നിട്ടും അവളെ കള്ളി എന്ന് വിളിച്ച് അപമാനിക്കുന്നത് കാണുന്നില്ലേ അച്ഛ? ഞങ്ങൾ പോവാണ് ഇവിടുന്ന് എന്ന് പറയാണ്. രവി പറയുന്നുണ്ട്, അരുത് മോനെ, നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ താമസിക്കും? നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്.
ചന്ദ്ര പറയാണ് അവർ പോകുന്നെങ്കിൽ പോട്ടെ രവിയേട്ടാ, നമുക്ക് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാം, പോകുമ്പോൾ എൻ്റെ കാശ് തന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ് നിങ്ങളുടെ കാശ് ഞങ്ങൾ എടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ പോയി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യേ, അവർ കണ്ടുപിടിച്ച് തരും നിങ്ങളുടെ കാശ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുകയാണ് സച്ചിയും രേവതിയും. ആ സമയത്ത് രവി പറയുന്നുണ്ട്, സച്ചി നിക്ക്, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ, എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് എന്നും എൻ്റെ കൂടെ വേണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ നിൻ്റെ അമ്മ അതിനൊരിക്കലും സമ്മതിക്കില്ല. നീ എങ്ങോട്ടാണ് പോകുന്നതെങ്കിലും നിൻ്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് രവിയും പുറകെ ഇറങ്ങാണ്. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടാ എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്, അവർ പൊക്കോട്ടെ, അവരുടെ കൂടെ നിങ്ങൾ എന്തിനാ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. രവി പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ 2 മക്കളെ മാത്രമേ ഇഷ്ടമുള്ളൂ, പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എൻ്റെ സച്ചിയെ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ, എൻ്റെ 3 മക്കളെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ സച്ചി അവനെന്നും എൻ്റെ മനസ്സ് മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്, അവനെ അങ്ങനെ ഇറക്കി വിടാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല, അവൻ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് ഞാനും പോവും എന്ന് പറയുന്നുണ്ട് രവി. ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടാ പോവല്ലേ, രവിയേട്ടൻ പോയാൽ പിന്നെ എനിക്കാരാ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രവി പറയാണ്, ഞാൻ പോയാൽ നിനക്കെന്താ, നിനക്കുണ്ടല്ലോ 2 മക്കളുണ്ട്, അവരുടെ കോടീശ്വരിമാരായ 2 മരുമക്കളും ഇല്ലേ നിനക്ക്, പിന്നെ നിനക്ക് വേറെ എന്ത് വേണം, നിനക്ക് എന്നെ അല്ലല്ലോ വേണ്ടത്, പണമല്ലേ, പണം ആവശ്യത്തിലും അധികം നിൻ്റെ മരുമക്കളുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ അവരുടെ കൂടെ തന്നെ നീ താമസിച്ചോ, ഞാൻ എൻ്റെ മകൻ്റെ കൂടെ പോവാണ് എന്ന് പറയുന്നുണ്ട് രവി. അതിനുശേഷം രവിയും സച്ചിയും രേവതിയും വീട് വിട്ട് ഇറങ്ങാണ്. പോവല്ലേ രവിയേട്ടാ എന്ന് പറഞ്ഞ് നിന്ന് കരയുന്നുണ്ട് ചന്ദ്ര. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇനി അടിപൊളി തകർപ്പൻ എപ്പിസോഡുമായി അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.